നമ്മുടെ നാട്ടിലിപ്പോ വൈറലായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്റെ ആർജകള് ഏഹ് പറയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് മൈലാഞ്ചി ഇടണം, മെഹന്തി ഇടണം എന്നും പറഞ്ഞിട്ട് ബ്യൂട്ടീഷ്യനെ വിളിച്ചത്. എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു കാരണവശാൽ അതിന് എത്ര പ്രാങ്ക് ആണെങ്കിലും ഒരിക്കലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കേട്ടോ. അതിനൊന്നും സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. അവരൊരു കോമഡിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അസലായിട്ട് 8 നിലയിൽ അത് 3G. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനിക്ക അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ചത് തന്നെയായിരിക്കാം അദ്ദേഹം ഈ പറഞ്ഞത്. അതുകൊണ്ട് വീഡിയോ ഒന്ന് കേൾക്കുക, ഒന്ന് അഭിപ്രായം പങ്കുവെക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഖമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇന്നും ഇന്നലെയുമായിട്ട് കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു 2 സ്ത്രീകളുടെ ചിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോസ് ആണ്, ഞാനത് ഡൗൺലോഡൊന്നും ചെയ്തില്ല. ഇന്ന് കാലത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോ RJ അഞ്ജലി എന്നോ ഏതോ പ്രാങ്ക് വീഡിയോ, അതായത് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന കുടുംബത്തിൽ തറവാട്ടിൽ പറഞ്ഞ ഒരു സ്ത്രീ, കാരണം അതിൽ പറയാൻ കാരണങ്ങളുണ്ട്. ആ സ്ത്രീയോട് വിളിച്ചിട്ട് പറയാൻ പറ്റാത്ത സ്ഥലത്ത് മെഹന്തി ഇട്ട് തരുമോ, മെഹന്തി. അതിപ്പോ ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഈ നാറിച്ചികൾക്ക് പരിസരബോധം ഇല്ലെങ്കിൽ നമ്മൾക്കുണ്ടല്ലോ. നമ്മൾ ചില സാഹചര്യങ്ങളിൽ പരിസരബോധം നോക്കാറില്ല. എന്നാലും ഈ 2 യുവതികള് മെഹന്തി ഇടുക, പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് മെഹന്തി ഇടണം, എന്താ റൈറ്റ്, എന്നിട്ട് തൊലിച്ചുകൾ നന്നായിട്ട് അങ്ങ് തൊലിക്കുക. ഇത് ഇവരുടെ വിചാരം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ സ്ത്രീകളല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇതൊരു എന്താ പറയാ, പവിത്രമായ ഒരു നാട്ടിൽ, നല്ല സംസ്കാരമുള്ള, നല്ല പാരമ്പര്യമുള്ള, നല്ലൊരു നന്മയുള്ള ഒരു നാട്ടിൽ ഒരു വിദ്യാർത്ഥികളായി വളർന്ന് RJയിൽ ജോയിൻ ചെയ്ത് ഒരു പ്രാങ്ക് ചെയ്യാണ്. വളരെ മോശമല്ലേ? ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പോലും ഒരു അഭിമാനം ഉണ്ടാവും. ഇതുകൾക്ക് അതുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഈ യുവതിയോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് മെഹന്തി ഇട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കും മെഹന്തി ഇടാൻ അറിയും. പറ്റുകയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ മെഹന്തി എവിടെയാണ് ഇടേണ്ടത് എന്ന് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് 10 പൈസ തരണ്ട, ഫ്രീ ആയിട്ട് മെഹന്തി ഇട്ട് തരാം. കപ്പൽ മുളക്, അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ തന്നെ നല്ല എന്താ പറയാ ഇറാനിയൻ മുളകൊക്കെ ഉണ്ട്. പ്രവാസത്തിലിരിക്കുമ്പോ ഇറാനിലെ മുളക് വരും. ഇപ്പൊ പിന്നെ നടക്കില്ല, അവിടെ യുദ്ധമാണ്. അതൊക്കെ തേച്ച് അരച്ചിട്ട് അങ്ങ് മെഹന്തി ആയിട്ട് അങ്ങ് ഇട്ടാലുണ്ടല്ലോ, എന്നിട്ട് മുള്ളുമുറിക്ക മരത്തിൽ അങ്ങോട്ട് കയറി അങ്ങ് ഇറങ്ങുക. എങ്ങനെ മെഹന്തി സൂപ്പറായിരിക്കും. അങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് പഠിക്കണം ജീവിതത്തിൽ കേട്ടോ. കേരളത്തിന് ഒരു സംസ്കാരമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു പവിത്രതയുണ്ട്. ഇതിനെയൊക്കെ കളങ്കപ്പെടുത്തരുത് പ്രാങ്ക് ചെയ്തിട്ട്. കുറെ പ്രാങ്കോളികളും കുറെ പ്രാങ്കോളിച്ചുകളുണ്ട് കേരളത്തിൽ. ചെറിയ മൈക്കും കൊണ്ട് നടക്കും. ആണുങ്ങളെ മുന്നിൽ കയറ്റണം, പെണ്ണുങ്ങളെ മുന്നിൽ കയറ്റും, ആണുങ്ങളെ പിന്നിൽ കയറ്റും. ആലുവ മെട്രോ സ്റ്റേഷന്റെ താഴെയുള്ള ഈ പറയുന്ന ഓട്ടോ ഡ്രൈവേഴ്സ് തുടക്കം കുറിച്ചതാണ്. അത് നീറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 14 ജില്ലയിലും അതുപോലെ തന്നെ സംഭവിക്കും, ഇനിയും സംഭവിക്കും. ഇതുപോലെ പ്രാങ്കോളിച്ചുകളെ നിങ്ങൾ ഇങ്ങനെ പ്രാങ്കുമായിട്ട് വന്ന ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല. കേരളത്തിലെ മനുഷ്യത്വമുള്ളവരാണ്. പല രീതിയിലും വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രേഖപ്പെടുത്തും, അത് സ്വാഭാവികം. കേരളത്തിലെ മനുഷ്യർക്ക് ഒരു പവിത്രതയും പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെയും പവിത്രതയെയും കേരളത്തിലെ സംസ്കാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലെ പ്രാങ്കോളിച്ചുകളെ നിങ്ങൾ പ്രാങ്ക് ചെയ്ത പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാവും. ഇതുപോലുള്ള കുറെ പ്രാങ്കോളിച്ചുകൾ ഇനി പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ അവസ്ഥയായിരിക്കും, നിങ്ങളുടെ ഇവരെക്കാൾ മോശമായിരിക്കും. അതുകൊണ്ട് RJയിൽ പ്രവർത്തിക്കുന്നവര് വളരെ മാന്യമായിട്ട് നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ കോമഡി വേണം, പ്രാങ്ക് വേണം. ഇത് പല്ലു വിട്ടുപോയി. ഈ സ്ത്രീയോട് പറയാൻ പറ്റാത്ത ഭാഗത്ത് മെഹന്തി ഇടാൻ പറഞ്ഞു. ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു. ഇവളുകൾ വീണ്ടും വിളിക്കുമ്പോ ആ സ്ത്രീ ഫോൺ ബിസിയാക്കി വെച്ചു. അതിൽ തന്നെ മനസ്സിലായില്ല ആ സ്ത്രീയുടെ പാരമ്പര്യം. ആ പാവങ്ങൾ കഞ്ഞു കുടിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലർ ഇട്ടിട്ട് അവരെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുക. നല്ല മുള്ളുമുറിക്ക മരമുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മൾക്കും ഒരു പവിത്രതയും പാരമ്പര്യവും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളെ പോലെ ഇതേപോലെ ഒരു പൊതുസ്ഥലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലോകം കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ പറയുന്നവരും പരിമിതികളുണ്ട്. സ്ത്രീകൾക്ക് ഒരു പവിത്രത ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്ത്രീകളല്ലേ, നിങ്ങൾ നാളെ കല്യാണം കഴിച്ച് മക്കളാവണ്ട, ഈ എന്താ പറയാ കുട്ടിയും മക്കളെയൊക്കെ പ്രസവിക്കേണ്ടവരല്ലേ, നിങ്ങളൊരു അമ്മയാവാൻ പോകുന്നവരല്ലേ, നിങ്ങളൊരു മാതാവാൻ പോകുന്നവരല്ലേ. സ്ത്രീകൾക്ക് പവിത്രതയില്ലേ? ഇതിനെയൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ടൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. വല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ യൂറോപ്പിലെ പോയി തൊലിച്ചാൽ മതി. കേരളത്തിൽ തൊലിച്ചാൽ കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും കൂട്ടത്തോടെ ചേർന്നുകൊണ്ട് തേനീച്ചക്കൂട്ടം ഇളകുന്ന പോലെ ഇളകിയിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കും. നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തും. നിങ്ങൾ പൊതുസ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ
നിങ്ങൾക്കെതിരെ പലതും വിളിച്ചു പറയും. അതിന്റെ പേരിൽ കേസ് വന്നാലും എന്ത് വിഷയം വന്നാലും വിഷയമൊന്നുമല്ല. നല്ല ആൺകുട്ടികളും നല്ല കുടുംബത്തിൽ പറഞ്ഞ തറവാടികളായ സ്ത്രീകളും കേരളത്തിലുണ്ട്. അപ്പൊ ഇതുപോലുള്ള ബുദ്ധിമോശവുമായിട്ടൊന്നും ഇതുപോലെ ഒരിക്കലും രംഗത്ത് വരരുത്. മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാ തെണ്ടിത്തരവും വിളിച്ചു പറയുക. ഇതൊന്നും അറിയില്ലേ? സ്വകാര്യ ഭാഗത്ത് മെഹന്തിയുടെ അത് വീഡിയോ ചെയ്യുക, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റേ എന്താ പറയാ വെളിവിടുക, തൊലിക്കുക. അപ്പൊക്കെ ആ തൊലിക്കലിൽ തന്നെ അറിയാലോ നമ്മൾ പറയുന്നത് തെറ്റാണെന്ന്. എന്നിട്ട് വെളിവിടുക. ജനങ്ങളുടെ പിന്തുണ ഇല്ലാതായപ്പോ മാപ്പോളികൾ മാപ്പം കൊണ്ടുവരിക, മാപ്പോളിച്ചുകളെ. ഇതൊക്കെ ശരി. അപ്പോ ഇതുപോലെയൊന്നും ഇനി പറയരുത്. കേരളം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കേരളത്തിന്റെ പാരമ്പര്യവും പവിത്രതയും എല്ലാം ഒരു വിലയും നിലയും അന്തസ്സും അഭിമാനവും ഉണ്ട്. ലോകം കേരളത്തെ നോക്കി അഭിമാനിക്കുമ്പോ ഇതുപോലെയുള്ള സാധനങ്ങളുടെ കാര്യം കേരളം അഭിമാനപ്പെടും. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മാറി ചിന്തിച്ചു തുടങ്ങി. ആ സമയത്താണ് ആ യൂറോപ്പിലെ പല കാര്യങ്ങളും ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇതുപോലുള്ള പ്രാങ്കോളിച്ചികൾ. അപ്പൊ ഇതൊന്നും ഒരിക്കലും അനുവദിക്കരുത് കേട്ടോ. അനുവദിക്കില്ല കേരളം. സംശയമൊന്നും വേണ്ട. ആരെങ്കിലൊക്കെ ഉണ്ടാവും, 1-2 പേര് ചിലപ്പോ അത് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കും. നല്ലവരായ കുടുംബത്തിൽ പറഞ്ഞ ഒരാളും നിങ്ങൾ ഇതേപോലുള്ള പ്രാങ്കോളിച്ചികളെ അനാവശ്യമായി പറയാൻ പറ്റാത്ത ഭാഗത്ത് മെഹന്തി ഇടണം എന്ന് പറയുമ്പോൾ അതിന് ഒരു നല്ലവരായ കുടുംബത്തിൽ പറഞ്ഞ യുവാക്കൾ ഒരു മനുഷ്യരും സപ്പോർട്ട് ചെയ്യില്ല. കണ്ടല്ലോ എതിർപ്പില്ലേ? നിങ്ങൾക്കെതിരെയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്കെതിരെയൊക്കെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് കേരളത്തിന് ലോകത്തിന് മാതൃകയാവണം. ഇങ്ങനെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ തരം താഴ്ന്ന വാക്കുകൾ ആരും ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.